ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊരു ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഒന്നും ഇല്ലാതെ വീട്ടിലുള്ള സാധനം വെച്ച് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പാലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പാലിലോട്ട്. ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി കസ്റ്റാർഡ് പൗഡറിന് ഒരു ലൈറ്റായിട്ടുള്ള യെല്ലോ കളറല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് ഫ്രഷായിട്ട് ജ്യൂസ് എടുത്തേക്കാണ് 3 ടേബിൾ സ്പൂണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കളറ് എങ്ങനെ എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുകൂടെ ചേർത്തൊന്നുകൂടെ മിക്സ് ചെയ്തിട്ടെടുക്കുക. മുട്ടയും ക്യാരറ്റ് ജ്യൂസും ചേർത്താൽ പിന്നെ പാലും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ചൂടാക്കാം. ഈ പാല് ചൂടായിട്ട് വരട്ടെ, ചെറുതായിട്ടും ചൂടായാൽ മതി. അപ്പോഴേക്ക് ആ ടൈം കൊണ്ട് നമുക്ക് 1/2 കപ്പ് പാല് ഒരു ബൗളിലോട്ട് എടുത്ത് അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കട്ടയില്ലാതെ കലക്കിയെടുക്കുക. പാലിപ്പോൾ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒന്നുകൂടെ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നല്ല ചൂടാവുന്നതിന് മുന്നേ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കട്ടയില്ലാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ മീതെ അങ്ങനെ ക്യാരറ്റിൻ്റെ കളർ കാണും. ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ ആ കളറൊന്നും ഉണ്ടാവില്ല, കറക്റ്റായിട്ട് വരും കളറൊക്കെ. ഇപ്പോൾ പാല് തിളച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ അത് ഒഴിച്ചു കൊടുക്കുക. പാലിൽ കലക്കി വെച്ചാണ് അത് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കൽ, അടിയിൽ കോൺഫ്ലോർ പോയിട്ട് നിൽക്കും. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അതോട് കൂടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കും വേണം. കോൺഫ്ലോർ ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ചെറുതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുക. ഇനി ഇത് ആവശ്യത്തിനുള്ള തിക്കായിട്ട് വരട്ടെ. ഇപ്പോൾ പാല് നന്നായിട്ട് കുറുകി കസ്റ്റാർഡായി. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വനില എസൻസ് കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ ഒരു 1.5-2 മണിക്കൂറോളം വെച്ചാൽ നന്നായിട്ട് ഇത് കട്ടിയായിട്ട് വരും. അതിന് ശേഷം പിന്നെ വീണ്ടും ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ കസ്റ്റാർഡ് നന്നായിട്ട് തിക്കായിട്ടുണ്ട്. നമുക്കിത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം.
ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സാണ് ഇപ്പോൾ ഇത്. മാങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മുന്തിരി, പിന്നെ ആപ്പിള്, റോബസ്റ്റ് പഴം. ഇപ്പോൾ ഇതാ കസ്റ്റാർഡ് മിക്സിയിലിട്ട് അടിച്ചതാണിത്. ഇനി കസ്റ്റാർഡിലോട്ട് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് പിന്നെ ഒന്നുകൂടെ ഫ്രീസറിൽ തന്നെ വെക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് തണുത്ത് കിട്ടും ചെയ്യും, ഒന്നുകൂടെ ഒന്ന് കട്ടിയായിട്ട് വരും ചെയ്യും. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഇപ്പോൾ നമ്മളെ ഫ്രൂട്ട് സലാഡ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കട്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ടേസ്റ്റുള്ളതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ ഇനി കസ്റ്റാർഡ് പൗഡർ യൂസ് ചെയ്യില്ല, ഇതുപോലെ തന്നെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.